ഇന്നൊരു അടിപൊളി ബീട്രൂട്ട് പച്ചടി ആയാലോ? അതെ, ബീട്രൂട്ടിൻ്റെ അതേ കളറും ആ ഒരു തിക്നെസ്സും കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിലൊരു ടിപ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു 2 ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങളുടെ കയ്യിൽ ഒരെണ്ണം ഉള്ളെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ പകുതി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കി ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അതല്ല 2 എണ്ണം ഉണ്ടെങ്കിൽ ഒരെണ്ണം ഫുള്ളും ചെറുതായിട്ടും ഒരെണ്ണം ഇങ്ങനെ വലിയ വലിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്ത് നമ്മളൊന്ന് കുക്ക് ചെയ്യുക. അതിന് വേണ്ടി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അതുപോലെ തന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി. ഇത് കുക്കിങ്ങിന് വേണ്ടി ഒത്തിരി ടൈമൊന്നും എടുക്കത്തില്ല. അതുകൊണ്ട് ഒത്തിരി ഓവറായിട്ടുള്ള വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളം മതിയാകും. അതും കൂടി ചേർത്ത് നമ്മൾ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്കൊരു കൂട്ട് തയ്യാറാക്കാം. അതിന് വേണ്ടി നമ്മൾ തേങ്ങ, പച്ചമുളക്, അതുപോലെ തന്നെ ജീരകം, പിന്നെ നേരത്തെ നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിരുന്ന ബീട്രൂട്ട് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിൽ നിന്ന് നമ്മൾ വലിയ വലിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ, അതെല്ലാം നമ്മൾ അതിൽ നിന്ന് എടുത്ത് മാറ്റുക. നമ്മളത് ഈ ഒരു രീതിയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നന്നായി കുക്കായി കിട്ടും. അപ്പോൾ അതുകൂടെ നമ്മളെടുത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു തേങ്ങയുടെ ആ ഒരു ഇത് കൂട്ടുണ്ടല്ലോ, അതിലേക്ക് ചേർത്ത് നന്നായി തണുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് അത് അരച്ച് പേസ്റ്റാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു കളറ് അതേപോലെ കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ കുറച്ച് ബീട്രൂട്ട് ഒന്ന് അരച്ച് ചേർത്തിരുന്നാൽ മതി. കളറിൻ്റെ ഒരു ചേഞ്ചസും വരത്തില്ല. അപ്പോൾ നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൂട്ടൂടെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ബീട്രൂട്ടിലേക്ക് നമ്മൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഈ ഒരു ടൈമിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മൾ ഇത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക, ആ ഒരു തേങ്ങയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ. പിന്നെ ഈ ബീട്രൂട്ട് പച്ചടി ആകുമ്പോൾ നമ്മൾ അതിൽ തേങ്ങയുടെ അളവ് കുറച്ച് ചേർത്താൽ മതിയാകും. ഓവറായിട്ട് തേങ്ങ ചേർക്കണം എന്ന് ഇല്ല. പിന്നെ നിങ്ങളുടെ കയ്യിൽ കട്ട തൈരുണ്ടെങ്കിൽ അത് ഒന്ന് കൈവച്ച് ഉടച്ച് എടുത്താൽ മതി. എൻ്റെ കയ്യിൽ കട്ട തൈരല്ലായിരുന്നു, അതുകൊണ്ട് മാത്രം ഞാൻ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് അതും കൂടി ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്നുണ്ട്. അതിന് മുമ്പ് നമ്മൾ കുറച്ച് കരിയാപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് തീ ഓഫ് ചെയ്ത് ഇത് നന്നായി ആറിയതിന് ശേഷം, തണുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ആ ഒരു തൈരിൻ്റെ കൂട്ടും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഉപ്പൊക്കെ നിങ്ങൾ അതിന് മുമ്പ് ഒന്നുകൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ പച്ചടി ഇരിക്കുന്തോറും കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് കിട്ടും. അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളിതിലേക്ക് നോർമൽ കടു താളിക്കുന്നത് കൂട്ട് തന്നെ നമ്മളൊന്ന് കടുവും കൂടി താളിച്ച് ഇതിലേക്ക് ഒഴിച്ചിരുന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് പച്ചടിയാണ്. നിങ്ങൾ ഇതുപോലെ ബീട്രൂട്ടൊന്ന് അരച്ച് ചേർത്ത് നോക്കുക. അതല്ലെങ്കിൽ പച്ച ബീട്രൂട്ടാണെങ്കിൽ അതിൻ്റെ അരച്ചിട്ട് നീരൊന്ന് ചേർത്ത് നോക്കുക. അടിപൊളിയായിരിക്കും. ആ കളറെന്ന് പറയുമ്പോൾ ഒട്ടും കുറയാതെ നല്ല കളറായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഡിഷ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.